നമസ്കാരം. ഒരു സിനിമ കണ്ടു, കരം. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത സിനിമ കണ്ടിട്ട് വന്നതാണ്. സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. കാരണം ഒരു ഇൻ്റർനാഷണൽ മേക്കിംഗ്. നമ്മൾ വലിയ ഇംഗ്ലീഷ് സിനിമ കാണുന്ന പോലെ തന്നെയാണ്. തുടക്കം തന്നെ ഒരു മിലിറ്ററി ക്യാമ്പിൽ നിന്നുമുള്ള ഒരു യാത്ര, അവിടെ ഉണ്ടാകുന്ന ഫൈറ്റ്, അങ്ങനെ കുറേ സാധനങ്ങളുമായിട്ട് സിനിമ അങ്ങോട്ട് പോവുകയാണ്. സിനിമ മൊത്തത്തിൽ വേറെ രീതിക്ക് നമുക്ക് ഒരു മനുഷ്യക്കടത്ത്, ഇതിനു മുമ്പും നമ്മൾ കണ്ട സിനിമകളാണ് മനുഷ്യക്കടത്ത്, അത് റഷ്യയിലേക്ക് കടത്തുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യമൊക്കെ ഒരുക്കുന്ന ഒരു സിനിമയാണ്. പക്ഷേ ഇതിലെ ഓരോ ആളുകളെ നമ്മൾ എടുത്തു പറയുമ്പോൾ ഇതിൻ്റെ നായകൻ നോബിൾ തന്നെയാണ് ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്നത്. നോബിലും വിനീതും കൂടെയാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ആ കഥയുടെ ഒരു പശ്ചാത്തലത്തിലാണ് സിനിമ ഒരുങ്ങുന്നത്. ഇതിൻ്റെ നിർമ്മാണം വിശാഖ് സുബ്രഹ്മണ്യനും വിനീത് ശ്രീനിവാസനും കൂടിയാണ്. വിശാഖാണ് ഇതിൻ്റെ നിർമ്മാണത്തിലേക്ക് വന്നിരിക്കുന്നത്. പിന്നീട് വിനീതും കൂടെ ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മ്യൂസിക് അതെടുത്ത് പറയണം. ഇതിൻ്റെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത് ഷാൻ റഹ്മാൻ്റെ കരങ്ങളിൽ ഭദ്രമായിരുന്നു. തിയേറ്ററിൽ നമ്മളെ പിടിച്ചിരുത്തുന്നത് അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഒരു നാട്ടിൻപുറത്തിൽ നിന്നും പട്ടാളത്തിൽ ചേർന്ന ഒരാളുടെ കഥ പറയുന്ന, പട്ടാളത്തിൽ നിന്നും പിന്നീട് ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് വരുന്നു, പിന്നീടുള്ളായിരുന്ന ഒരു സന്ദർഭങ്ങളൊക്കെ കോർത്തിണക്കി കൊണ്ടുപോകുന്ന ഒരു സിനിമ കരം. പ്രേക്ഷകർക്ക് എത്രമാത്രം ഇഷ്ടപ്പെട്ടു എന്ന് പ്രേക്ഷകർ തീരുമാനിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. പ്രേക്ഷകരുടെ പലർക്കും പല അഭിപ്രായമായിരിക്കും. സിനിമ ഒരു യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ ഗംഭീരമായ വിഷ്വൽ ട്രീറ്റാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. മോൻ ജോണിൻ്റെ വിഷ്വൽ ട്രീറ്റ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് സിനിമയ്ക്ക് എത്രമാത്രം ഗുണം ചെയ്തിട്ടോ അത്രമാത്രം ഗുണം എന്ന് പറയാൻ ഈ ജോമോൻ്റെ ക്യാമറ, അതോടൊപ്പം തന്നെ ഷാൻ റഹ്മാൻ്റെ മ്യൂസിക്കും, ഇത് രണ്ടും കൂടെ ചേർത്ത് വരുമ്പോൾ സിനിമ ഒന്നിനൊന്നിന് മെച്ചമായി തന്നെ നമുക്ക് പറയേണ്ടതായി വരും. അതോടൊപ്പം തന്നെ ഇതിൽ എടുത്തു പറയേണ്ട മറ്റ് കഥാപാത്രങ്ങൾ, മനോജ് കെ ജയൻ ഈ നായകൻ്റെ അച്ഛനായിട്ട് വരുന്നുണ്ട്. പക്ഷേ മനോജ് കെ ജയൻ ഉള്ള സ്ഥലങ്ങളിൽ ഗംഭീരമായിട്ട് അത് കാഴ്ചവെച്ചിരിക്കുന്നു. അതോടൊപ്പം ഷാജോൺ ഒരു ടാക്സി ഡ്രൈവറാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു സാധാ ഒരു ടാക്സി ഡ്രൈവർ പിന്നീട് അദ്ദേഹത്തിലേക്ക് ഒരു ആക്ഷനിലേക്ക് വരുമ്പോൾ അദ്ദേഹം ആരാണെന്ന് ഈ സിനിമ പറഞ്ഞു വെക്കുന്നു. ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ യാത്ര ചെയ്തിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോഴാണ് സിനിമ ഒന്നും കൂടെ നമ്മളെ പിടിച്ചിരുന്നത്. ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ ഫൈറ്റുകളുമായിട്ടൊക്കെ വരുന്നുണ്ട്. പിന്നീട് ഈ നായികയെ നഷ്ടപ്പെടുന്നു. നായികയെ തേടി അല്ല ഒരു യാത്രയെങ്കിലും, പക്ഷേ നായികയെ ആദർശമായി കണ്ടുമുട്ടുന്നു. ഇവിടെയാണ് കഥയുടെ ഒരു യാത്ര തിരിഞ്ഞു പോകുന്നത്. പിന്നീട് നായികയെ രക്ഷിക്കാനുള്ള ഒരു തത്രപ്പാട് ഗംഭീരമായിട്ട് സിനിമ പറഞ്ഞു വെക്കുന്നത്. ഇവിടെയൊക്കെ റഷ്യയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നതാണ് എൻ്റെ ഒരു അറിവ് ശരിയാണ്. റഷ്യയിൽ ഉള്ള ഷൂട്ട് ഗംഭീരമാണ്. നമുക്ക് റഷ്യയിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും ഒരു ഡാൻസ് ബാർ കേന്ദ്രീകരിച്ചുണ്ടാകുന്ന സംഭവങ്ങളിലേക്ക് പോകുമ്പോൾ ആ സിനിമ മനസ്സിൽ നമുക്കൊന്ന് ചിന്തിക്കാവുന്ന നിലയിലേക്ക് ഈ സിനിമ എത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ പിന്നീട് നമുക്ക് പറയേണ്ട ഒരു കഥാപാത്രം ബാബുരാജാണ്. ഗംഭീരമായ ബാബുരാജിൻ്റെ അഭിനയം. ബാബുരാജ് ഇവിടെ പല വില്ലന്മാരും പല വേഷങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ ബാബുരാജ് എന്നാൽ ഒരു വില്ലനാണെന്ന് വെച്ചാൽ വില്ലനാണ്. പക്ഷേ ആ വില്ലൻ തരമല്ല, ഗംഭീരമായ കോമഡിയോട് കൂടിയ ഒരു വില്ലൻ ബാബുരാജ്. ഈ സിനിമ പിടിച്ചു നിർത്തുന്നത് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ക്യാമറ, മ്യൂസിക്, പിന്നീട് ബാബുരാജ്. ഈ മൂന്ന് കരം ഭദ്രമാക്കി കൊണ്ടുപോകാൻ കഴിഞ്ഞു. ബാബുരാജിൻ്റെ ഓരോ കൗണ്ടറുകളുണ്ടല്ലോ. പിന്നെ ഒരു ചേസിങ് ഉണ്ട്. ബാബുരാജും ഒരു ഇംഗ്ലീഷ് പയ്യനുമായിട്ട് യാത്രയിൽ ഒരു ചേസിങ് ഉണ്ട്. ആ ചേസിങ്ങിലൊക്കെ ബാബുരാജ് പറയുന്ന ഡയലോഗ് കേട്ടാൽ നമ്മൾ ചിരിച്ച് തിയേറ്ററിൽ നല്ലൊരു കൂട്ടച്ചിരി ബാബുരാജിൻ്റെ സീനുകൾ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിൽ മറ്റൊരു വില്ലൻ കഥാപാത്രം രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. വില്ലനാണെന്ന് വെച്ചാൽ വില്ലനാണ്, എന്നാൽ ആ ഡാൻസ് ബാർ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു സംഭവത്തിലുള്ള നമ്മൾ ഓഫീസർ ഓഫ് ഡ്യൂട്ടിയിൽ നമ്മൾ കണ്ട ഒരു സംഭവമുണ്ട്. ഓഫീസർ ഓഫ് ഡ്യൂട്ടിയിൽ കണ്ട വിഷ്ണു ജി വാര്യർ ഗംഭീരമായി ഒരു വേഷം ചെയ്തിരിക്കുന്നു കേട്ടോ. അപ്പോൾ ജോണി ആൻ്റണി നാട്ടിൻപുറത്ത് ഈ നായികയുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്നു. പക്ഷേ അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നിനൊന്നിന് മെച്ചമായ കഥാപാത്രങ്ങൾ. പിന്നീട് കുറേ ഇംഗ്ലീഷ് നടന്മാരൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. നമ്മൾ കണ്ട് പരിചയമുള്ളവരൊന്നുമല്ല, അവർ അഭിനയിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇതിലെ രണ്ട് നായികമാരും നല്ല പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. അവരുടെ ഒരു ഭയാനകമാവുന്ന സമയത്തുണ്ടാകുന്ന അവരുടെ മുഖത്ത് വരുന്ന ഭാവങ്ങളുടെ എക്സ്പ്രഷൻ അത് ശരിക്കും നമ്മളെയും കൂടെ അതിശയിപ്പിക്കുന്ന രീതിയിൽ അവർ അഭിനയിച്ച് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇനി പറയേണ്ടത് ഫുട്ബോളിൻ്റെ ഇതിഹാസങ്ങളാണല്ലോ. ഫുട്ബോൾ മത്സരങ്ങൾ ഈ കലൂർ സ്റ്റേഡിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആ കേരള ടീമിൻ്റെ കോച്ചിനെ കണ്ടു കഴിഞ്ഞാൽ കൊതി തോന്നും, അല്ലെ, ഒന്ന് ഫോട്ടോ എടുക്കാൻ പോലും. അദ്ദേഹം ഇവാൻ ഇതിനകത്ത് ഗംഭീര വില്ലൻ്റെ കഥാപാത്രം ചെയ്തു. ഇവൻ ആദ്യമായിട്ടാണ് സിനിമയിൽ അഭിനയിക്കുന്നത്.
മഞ്ഞപ്പടയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തമാണ് ഇവാനെ കൊണ്ട് ഈ സിനിമയിൽ ചെയ്തു വെപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഒറ്റയടിക്ക് പറഞ്ഞു പോയി കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും ഒരു ഇൻ്റർനാഷണൽ മേക്കിങ്ങിൽ കൊണ്ടുവന്ന സിനിമ. അതിലൊപ്പം ആ ഇൻ്റർനാഷണൽ മേക്കിംഗ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബാബുരാജിൻ്റെ രംഗപ്രവേശം വന്നിട്ട് നമ്മുടെ മലയാള സിനിമയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അവിടെ ഒരു ചിരിക്കാനുള്ള എല്ലാം വിതറി ഇടുകയാണ് ബാബുരാജ്. അതിനെക്കുറിച്ച് ചോദിച്ചപ്പം വിനീതിന് ആദ്യം തന്നെ ബാബുരാജിനെ വേണം എന്നുള്ള നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ബാബുരാജിനെ അഴിച്ചു വിട്ടിരിക്കുകയാണ്. ബാബുരാജ് ലൊക്കേഷനിൽ ചില സാധനങ്ങളൊക്കെ കയ്യിൽ നിന്ന് ഇട്ടു, വിനീതിൻ്റെ അടുത്ത് ചോദിച്ചിട്ടെന്നാണ് എനിക്ക് കിട്ടുന്നത്. പക്ഷേ അത് ഇട്ടതൊക്കെ ഫലം കണ്ടിരിക്കുന്നു. നോബിളിനെ സംബന്ധിച്ചിടത്തോളം നോബിൾ ഇതിനു മുമ്പ് ഫിലിപ്പ് എന്ന സിനിമയിലാണെന്ന് തോന്നുന്നു എനിക്ക് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ നോബിളിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു സിനിമയാണിത്. ഞാൻ ഇന്ന് തിയേറ്ററിൽ പോകുമ്പോൾ നോബിൾ കണ്ടപ്പോൾ ഒത്തിരി നാളായി ഇത്തരം ഒരു സിനിമയിൽ അഭിനയിച്ച്. അദ്ദേഹത്തിന് കണ്ണുകൾ നിറയുന്നു, വാക്കുകൾ ഇടറുന്നു. പക്ഷെ അത്ര നല്ല ഒരു നായകനായി വന്ന ഒരു സിനിമയാണ്. അതുകൊണ്ടിന്ന് പല ആൾക്കാരും നോബിളിനെ കുറിച്ച് പല കമൻറ്റുകളും വരുന്നു. പക്ഷേ നോബിളിനെ സംബന്ധിച്ചോളം നോബിൾ ഒരു പ്രേമിയാണ്, സിനിമയെ ഇഷ്ടങ്ങളുടെ ജീവിക്കുന്നതാണ്, സിനിമയ്ക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്ന രീതിക്ക് യാത്ര ചെയ്യുന്ന നോബിളിൻ്റെ കഥയോടുകൂടി ആ സിനിമയിൽ അദ്ദേഹം നായകനാകുമ്പോൾ അദ്ദേഹത്തിന് പ്രോത്സാഹിപ്പിക്കുക തന്നെയാണ് നമ്മൾ വേണ്ടത്. എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയ ഒരു സിനിമ. ഞാൻ നേരത്തെ പറഞ്ഞാൽ അതിൽ 2 കുട്ടികൾ അഭിനയിച്ചിട്ടുണ്ട്. അവിടെയുള്ള റഷ്യയിലുള്ള ഒരു കുട്ടിയാണ്, അതോടൊപ്പം മലയാളത്തിലുള്ള ഒരു കുട്ടിയും. ആ മലയാളത്തിലുള്ള ഒരു കുട്ടിയുടെ ഒരു സീൻ നമ്മുടെ അത്ഭുതപ്പെടുത്തി നമുക്ക് പെട്ടെന്ന് കൈയടിക്കാവുന്ന ഒരു സീനുണ്ട്. ആ സീൻ ഞാൻ പറയുന്നില്ല, അത് ഹോട്ടൽ റൂമിലുള്ള ഒരു സീനാണ്. അത് കാണുമ്പോൾ തന്നെ കൈയടിക്കും. ആ കുട്ടി പെട്ടെന്നൊരു ചേഞ്ചിലേക്ക് പോകുമ്പോൾ കൈയടി വാങ്ങുന്നുണ്ട്. പക്ഷേ ഒടുവിൽ അവസാന രംഗങ്ങളിലൊക്കെ ഗംഭീരമായുള്ള ആ ക്ലൈമാക്സിലേക്ക് എത്തിക്കാൻ ഈ സിനിമ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കരം മലയാള സിനിമകളുടെ കരങ്ങളിൽ ഭദ്രമാക്കാൻ പ്രേക്ഷകർ ടിക്കറ്റ് എടുത്ത് കാണുക. അത് തന്നെ നമുക്ക് പറയാനുള്ളൂ. അത് വലിയ മുതൽ മുടക്കോട് കൂടി എടുത്ത ഒരു സിനിമയാണ്. അപ്പോൾ ആ സിനിമയെ വിജയിപ്പിക്കേണ്ടത് നമ്മളാണ്. നമുക്കിഷ്ടപ്പെട്ട സിനിമകളാണ് നമ്മൾ പോയി കാണുക. കണ്ടതിന് ശേഷം അഭിപ്രായം പറയാം. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടതുകൊണ്ട് ഈ സിനിമയെക്കുറിച്ച് ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ ഒന്നുകൊണ്ടും മാറ്റി നിർത്തേണ്ട, മ്യൂസിക്കിൻ്റെ ബേസിലാണെങ്കിലും മേക്കിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇതിൽ അഭിനയിച്ച ഓരോ കഥാപാത്രത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം കൊണ്ടും ഒത്തിണങ്ങിപ്പോയ ഒരു സിനിമയാണ്. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കുക. എൻ്റെ കാഴ്ചയാണ് ടിക്കറ്റ് എടുക്കുക എന്ന് പറയുന്നത്. നിങ്ങൾ തീരുമാനിക്കുക. അപ്പം അടുത്ത സിനിമയായി വീണ്ടും കാണാം. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസോണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദി നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.